അപ്പോൾ അതേ പഴങ്കഞ്ഞി കിട്ടി. ഇതിനകത്തേക്ക് രസവും തൈര് മീൻസ് മോരാണ്, മോരും കപ്പയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്കിങ്ങനെ പ്ലേറ്റിൽ മീൻ കൂട്ടാനുണ്ട്, കക്കയുണ്ട്, അച്ചാറുണ്ട്, കൊണ്ടാട്ടമുളക്, പിന്നെ നല്ല എരിവുള്ള ഉണ്ടമുളക്, ചെമ്മീൻ ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കരിമീൻ ഫ്രൈയും കൂടെ മേടിച്ചേ. കുടിക്കാനാണെങ്കിൽ ഇതാ പഴങ്കഞ്ഞി തന്നെ, അതിൻ്റെ വെള്ളമാണ്. അതെനിക്ക് പാത്രമാണ് ഇഷ്ടപ്പെട്ടത്. പഴങ്കഞ്ഞി, കപ്പ ബീഫ്, കപ്പ ചിക്കൻ, കക്കാറച്ചി തോരൻ, കരിമീൻ ഫ്രൈ, കൊഞ്ചു ഫ്രൈ. ഇതിപ്പോ എത്ര കാലമായി? ഇതിപ്പോ 9 വർഷത്തോളം. 9 വർഷമായി. കുക്കിംഗ് കംപ്ലീറ്റ് ഞാനാണ്. അതും വിറകടുപ്പില്. ബാക്കിയെല്ലാം നമ്മളെ വൈഫാണ് ഇതെല്ലാം എൻ്റെ ചേരുവടികളൊക്കെ ചേർത്ത് തരുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പഴങ്കഞ്ഞി കുടിക്കാൻ വന്നേക്കും കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുക വർക്കലയിലാണ്, വലയൻ്റെ കുഴി എന്നാണ് പറയുക. സന്തോഷ് ഏട്ടൻ്റെ പഴങ്കഞ്ഞിക്കട ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഏകദേശം എല്ലാവർക്കും തന്നെ ഫേമസ് ആണ് സന്തോഷ് ഏട്ടൻ. നിരവധി ചാനലുകളിൽ സന്തോഷ് ഏട്ടൻ്റെ പഴങ്കഞ്ഞിയുടെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളേതായാലും ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കാൻ വരുന്നത്. അപ്പോൾ 10-11 കൂട്ടം ഒക്കെ ചേർത്തിട്ടാണ് 100 രൂപയ്ക്ക് പഴങ്കഞ്ഞി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വെളുപ്പം കാലം, അതായത് ഒരു 3 മണി മുതൽ ഇതിൻ്റെ ബാക്കിൽ നിന്ന് കുക്ക് ചെയ്തിട്ടാണ് ഈ 9:30 മണിയാകുമ്പോഴേക്കും പഴങ്കഞ്ഞി വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് അല്ലേ? ഈ വെള്ളമൊക്കെ വറ്റി ഇനി വരണം അല്ലേ? നല്ല വരണ്ട്. കുരുമുളകും മഞ്ഞൾപ്പൊടിയും അത്രയോട്ട് ബീഫ് ആദ്യം വേവിച്ച് വയ്ക്കും. അപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ പണിയും കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇതെല്ലാം ഇങ്ങനെ ഈ അടുപ്പേ തന്നെ വെച്ചേക്കൂട്ടോ, കാരണം കടയിലേക്ക് കുറേശ്ശെ എടുത്തോണ്ട് പോവുള്ളൂ, ചൂടോട് കൂടി ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടേ. മീൻകറി, ചാള ചേച്ചി. ഇപ്പോൾ കരിമീൻ്റെ ഇതുപോലെ അത് ഓർഡർ ചെയ്തതിന് ശേഷം കേട്ടോ ചേച്ചി വറുത്തിരുള്ളൂ, ചൂടോടുകൂടി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതേ ഇന്നത്തേക്കുള്ള കപ്പയാണ് കേട്ടോ. അല്ല, മഞ്ഞപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പ. ഇത് പഴങ്കഞ്ഞിയുടെ കൂടെയും കൊടുക്കും, അല്ലാതെ കപ്പ ഇറച്ചിയും അല്ലേ. ബീഫ് കറി റെഡിയായി അല്ലേ? സന്തോഷേട്ടാ, നിങ്ങളിപ്പോ അങ്ങ് കേരളം മൊത്തം ഫേമസ് ആണ്. എന്നാ ഈ ഒരു ഐറ്റേ ഉള്ളൂ അല്ലേ ഈ പഴങ്കഞ്ഞി, കപ്പ ബീഫ്, കപ്പ ചിക്കൻ, കക്കാറച്ചി തോരൻ, കരിമീൻ ഫ്രൈ, കൊഞ്ചു ഫ്രൈ. ഇതിപ്പോ എത്ര കാലമായി? ഇതിപ്പോ 9 വർഷത്തോളം. 9 വർഷമായി. ചേച്ചിയാണ് ഇതിന്റെ പിന്നിലൊരു പ്രധാന ആള് അല്ലേ? കണ്ണി അവള് തന്നെ. ചേച്ചിയാണോ പറഞ്ഞേ കട തുടങ്ങാന്ന്? അല്ല, കടര പ്ലാൻ ഇട്ടതും ഇതെല്ലാം എന്റെ ഐഡിയ ആണ്. പിന്നെ ഫുള്ള് സപ്പോർട്ട് അവളുണ്ടായിരുന്നു. പഴങ്കഞ്ഞിയുടെ കൂടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. എത്ര രൂപയ്ക്കാ കൊടുക്കുന്നത്? 100 രൂപ. 100 രൂപയ്ക്ക് കപ്പ ഇറച്ചി 100 രൂപ, കപ്പയും ചിക്കനും 100 രൂപ, കക്കാറച്ചി തോരനും ഇതും 100 രൂപ. പിന്നെ കൊഞ്ച് ഫ്രൈ 200 രൂപ, കരിമീൻ ഫ്രൈ സൈസ് അനുസരിച്ച് 100, 150, 200. പറയാൻ പറ്റൂലല്ലോ, അതനുസരിച്ച് കൊടുക്കും. കരിമീനുണ്ട്, കൊഞ്ചുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഞായറാഴ്ചയാണ് നമ്മളിന്ന്. പിന്നെ താറാവൊക്കെ ഉള്ളതാണ് കൊഞ്ച് റോസ്റ്റും വയ്ക്കുന്നതാണ്. പക്ഷെ അത് രണ്ടും ഇന്ന് ഒഴിവാക്കി, മഴയായതുകൊണ്ട്. മഴ കാരണം ആളുകൾ വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വെച്ച് അതങ്ങ് ഒഴിവാക്കി. അല്ലാണ്ട് അവധി ഒന്നുമില്ല. അവധി ഇതുവരെ ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണത്തി ഇതുവരെ ഒരു ദിവസം ഓഫ് ആക്കിയിട്ടില്ല. കാരണം അതാണ് നമ്മളൊരു വിജയം. എത്ര മണിക്ക് ഇവിടെ? 9:30 മണി തൊട്ട് പഴങ്കഞ്ഞി കിട്ടി തുടങ്ങും. അപ്പൊ അത് തീരുന്നവരെ ഇരിക്കും. ഏകദേശം എത്ര മണി വരെയൊക്കെ? മാക്സിമം പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 12 മണിക്ക് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ 1 മണിക്ക് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ 2 മണിയാവും, ചിലപ്പോൾ 4 മണിയാവും. വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് വെയിറ്റ് ചെയ്ത് കൊടുത്തേ നമുക്ക്. പഴങ്കഞ്ഞി ആയതുകൊണ്ട് രണ്ടാമത് വെച്ച് കൊടുക്കാനും പറ്റുന്ന സാധനമല്ലല്ലോ. ബാക്കി കപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ആളുകൾ വിളിച്ച് നോക്കിയിട്ട് വിളിച്ച് ബുക്കിംഗ് ചെയ്തിട്ട് അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഏറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ട് സമയം കറക്റ്റ്, നമ്മൾ കറക്റ്റ് ഇന്ന ടൈം തീരുമെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി. അപ്പൊ ഇത് ഞായറാഴ്ച ദിവസം മാത്രമുള്ള സ്പെഷ്യലാ. അപ്പൊ ഈ പഴങ്കഞ്ഞിയുടെ കൂടെ 11 കൂട്ടാ വരുന്നത് അല്ലേ? ഇച്ചിരി മീൻചാറും കൂടെ ഇതിലോട്ട് ഒഴിക്കാം. എല്ലാം കൂടെ ഒന്നേ കലക്കിയിട്ടെടുക്കാം. സിനിമയിലുള്ള കലങ്ങിയില്ല എന്ന് പറഞ്ഞ കലക്കി അങ്ങോട്ട് എടുക്കാം. കപ്പയും തൈരും രസവും മീൻചാറും എല്ലാം കൂടെ. നല്ല ടേസ്റ്റ് എന്നുവെച്ചാൽ
ആ രസത്തിൻ്റെ നല്ല രസം, രസത്തിൻ്റെ നല്ല രസം. പിന്നെ ഈ മീൻ കറിയും കൂടെ ഒഴിച്ചപ്പോൾ ഇനിയും കുറേ കറികളുണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ബാക്കിയൊക്കെ ഇടാം. അതുപോലെ അയ്യോ ഈ മുളക് ഉണ്ടായിരുന്നേ, നമുക്ക് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് അത് പൊട്ടിക്കുന്നില്ല. എനിക്ക് ഡമ്മി മുളക് തന്നെ ധാരാളം. ഒരുപാട് നാളായി പഴങ്കഞ്ഞി കുടിച്ചിട്ട്. അതിനങ്ങനത്തെ വീഡിയോ പഴങ്കഞ്ഞിയുടെ ഇങ്ങനത്തെ നമ്മുടെ വീട്ടിൽ കുടിക്കണതല്ല പറഞ്ഞല്ലാതെ. ഇവിടെ ഹക്കയുണ്ട്, ഇതിൻ്റെ കൂടെ പഴങ്കഞ്ഞിയുടെ കൂടെ തന്നെ കൊടുക്കേണ്ടതാണേ ഇതൊക്കെ തോരൻ പോലെ. കൊള്ളാം. ഇഞ്ചിയും ഒക്കെ നല്ല ചതച്ചിട്ടിട്ട് ഒലത്തിയെടുത്തിരിക്കണം. എരിവുണ്ട് ഇച്ചിരി, ഭയങ്കര ക്വാണ്ടിറ്റി കേട്ടോ. ഈ ഒരു പാത്രം നിറയെ ഉണ്ട്. പിന്നെ നമുക്ക് ചെമ്മീൻ ചമ്മന്തി അത് കാണിച്ചു തരാം. ഇതാ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി. ഓ അടിപൊളി. ഇതൊന്നും വേണ്ട, ആ ചെമ്മീൻ ചമ്മന്തി മാത്രം മതി കേട്ടോ. ഈ ചേട്ടൻ രാവിലെ തുറക്കും 9 മണിക്കെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെളുപ്പിനെ വന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്ര നേരത്തെ ആളുകൾ കഴിക്കാൻ വരുമോ എന്ന്. ഇവിടെ പക്ഷെ 8:45 ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരെയും ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. അപ്പൊ അങ്ങനെ ആളുകൾ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഉപ്പൊക്കെ ഇട്ട കഞ്ഞിവെള്ളം, പഴങ്കഞ്ഞിവെള്ളം, കരിമീൻ. ഭയങ്കര ചൂട്. ഈ കരിമീൻ തന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടും. അതെന്താണോ എന്തോ, അത് ഓരോ സ്ഥലത്ത് വളർത്തുന്നതിൻ്റെ അനുസരിച്ചിട്ട് മീനിൻ്റെ സ്വാദ് മാറുമോ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറേ സ്ഥലത്ത് പോയിട്ട് എനിക്കത് ഒരു കഷ്ണം കഴിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു, ഈ ചെറുകവ വരും ഒക്കെ. പക്ഷെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, പൊതുവെ ഇഷ്ടമേ അല്ല. പക്ഷെ അത് ആദ്യമായിട്ടാണ് ഒരു രണ്ടാമതൊരു കഷ്ണം ഞാൻ കരിമീനിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടോണ്ട്. കൊള്ളാം. അപ്പം നമ്മൾ ആദ്യം കാണിച്ചു തന്ന ആ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ഇത്. അത് കപ്പയും കൂടെ ആണ് മേടിച്ചത്. ഇതിലേക്കിടാം. ഈ വർക്കല സൈഡിലേക്ക് വരുമ്പോൾ കുറേ കടകളുണ്ട് കേട്ടോ, കപ്പ ഇറച്ചിയൊക്കെ. നമ്മൾ തന്നെ തങ്കമണി അമ്മയുടെ ഒരു കട നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താന്തോ ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ്, കുറേ പഴങ്കഞ്ഞി കടകളും കപ്പയും ഇറച്ചിയും കിട്ടുന്ന കടകളും. സൂപ്പർ, ഞാൻ പറയല്ല. ഈ പാകത്തിനുള്ള വേവൊക്കെ. പഴങ്കഞ്ഞി എല്ലാം കുടിച്ചേച്ച് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയായി പോയിട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ മുതലും മഴയാണ്. അപ്പോൾ സന്തോഷ് പഴങ്കഞ്ഞിക്കട എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നാൽ എല്ലാവർക്കും അറിയാം ചേട്ടൻ ഭയങ്കര സ്നേഹവും ഭയങ്കര അങ്ങനെ ഇടപെടുന്ന ഒരാളാണ്. വരുന്നവർക്ക് എല്ലാവരും ചേട്ടനെ ഓർമ്മിച്ച് വെക്കുകയും ചെയ്യും. ചേട്ടനും ചേച്ചിയും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സന്തോഷിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരുന്ന ആളുകൾ, അതായത് ഇച്ചിരി ദൂരെ നിന്നൊക്കെ വരുവാണെങ്കിൽ ഒന്ന് വിളിച്ചേക്കണം. നോർമലി ഇവിടെ ഒരു ദിവസം ഒരു കട അടയ്ക്കൂല. പക്ഷേ ഭക്ഷണം തീർന്നു പോയി കഴിഞ്ഞാൽ ചില ദിവസം, ഇന്നിപ്പോൾ തിരക്കില്ല, മഴയായതുകൊണ്ട് ആൾ കുറവാണ്. അപ്പോൾ തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്ക് 1 മണിക്കൊക്കെ തീർന്നു പോയ ദിവസങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പഴങ്കഞ്ഞി ആയതുകൊണ്ട് തീരുമ്പോൾ വെക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിളിച്ചേച്ചും വരണം. കപ്പ ഇറച്ചിയും കാണും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിളിച്ചേച്ചും വേണം വരാൻ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.